കോൺഗ്രസിന് പരാതി ഉണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുകൂടെ, ചോദിച്ചുകൂടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സർ, ഇത് പരാതിയല്ല, ആരും പരാതി പറയാൻ വന്നതല്ലെന്ന്. നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു, സമക്ഷത്ത് നിന്ന് നീതി കിട്ടണം, നീതി ലഭ്യമാക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറയാൻ വന്നതല്ലല്ലോ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ചില നഗ്ന സത്യങ്ങള് ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് ചെയ്തത്. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അക്ഷന്തവ്യമായ ക്രമക്കേടുകൾ അത് ചൂണ്ടിക്കാണിക്കാനാ വന്നത്, അല്ലാതെ നിങ്ങളുടെ അടുത്ത് പരാതി പറയാനൊന്നും വന്നതല്ല. അത് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ നിന്ന് പറയാനാ വന്നത്. അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, ഒന്നും ഒളിച്ചു വെച്ചില്ലല്ലോ. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപ്പാടെ തട്ടിയെടുത്തതെന്ന് പറഞ്ഞല്ലോ. ഇത് പരാതി പറച്ചിലല്ല സർ, വസ്തുതകൾ പറയുക. ഞങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുന്നതാ. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് അറിയണമെന്ന് വിചാരിച്ചു തന്നെ പറയുന്നതാ. ചെറുപ്പക്കാരെ, ജൻസികള് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് വിശദീകരണവുമായി വന്ന കിരൺ റിജിജു കേന്ദ്രമന്ത്രി, വേറെ ആരും രംഗത്തിറങ്ങിയില്ല കേട്ടോ. എല്ലാവരും ഇന്നലെ മാളത്തിനോട് ചിരിക്കുകയായിരുന്നു, ഇന്നിനി ഇറങ്ങുമെന്നറിയില്ല. കിരൺ റിജിജു എന്താ പറഞ്ഞത്? ഈ ജൻസികളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം കലാപം ഉണ്ടാക്കാനാണെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട്, യുവതലമുറയോട് സംസാരിച്ചുകൂടെ? നമ്മുടെ രാജ്യത്ത് ഇതാണ് നടക്കുന്നത്, നമ്മൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞുകൂടെ? പറഞ്ഞാൽ ഉടനെ രാജ്യദ്രോഹമാവൂ, അതോ കലാപം സൃഷ്ടിക്കലാവൂ? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് വയ്ക്കുക. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങള് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്നു. അത് ഒരു സത്യമാണ്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സർ, അതൊരു പരമമായ പരമാർത്ഥമാണ്. ഇനി അങ്ങനെ ഈ പത്രസമ്മേളനങ്ങള് അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ അത് ഉദ്ദേശിച്ചുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുന്നേ. CBI ഒക്കെ നിങ്ങളുടെ കയ്യിലാണല്ലോ, NIA ഉണ്ടല്ലോ, അതിനകത്ത് രാജ്യദ്രോഹം എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ടെങ്കിലേ, രാജ്യവിരുദ്ധത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ NIAക്ക് അന്വേഷിക്കാമല്ലോ. നിങ്ങൾ പരാതി കൊടുക്ക്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലോട്ട് കൊണ്ടുപോകട്ടെ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇന്നലത്തെ 3ാമത്തെ പത്രസമ്മേളനമാണ്, പുതിയതൊന്നുമല്ല. നിങ്ങളുടെ കാമാന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ. ഈ മുടന്തൻ ന്യായങ്ങൾ പറയുന്നല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ലല്ലോ, ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ. ഇപ്പോ ഇലക്ഷൻ കമ്മീഷനോട് നമ്മൾ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് രാജിവെച്ച് പോയിക്കൂടെ എന്ന്. അപ്പൊ വേണേല് ഒരു ചോദ്യം ഉന്നയിക്കാം, ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ബാധകമല്ലേ എന്ന്. അവർക്കെങ്ങനെ ഇതുപോലെ ഒരു വോട്ട് ചോരി നടന്നിട്ട്, വോട്ട് കൊണ്ട നടന്നിട്ട് അധികാരത്തിലിരിക്കാൻ പറ്റുന്നെന്ന് ചോദിക്കാം. ശരിയാ, ന്യായമായ ചോദ്യമാണ്. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഒരു മറവും കൂടാതെ അദ്ദേഹം പറഞ്ഞല്ലോ. ഇവർക്ക് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കണം, അതിനുവേണ്ടി അവരെന്തും ചെയ്യും, എന്ത് കുതന്ത്രങ്ങളും BJP കാണിക്കും. വോട്ടേഴ്സ് ലിസ്റ്റിലെ അട്ടിമറിയൊക്കെ ഒരു തന്ത്രം മാത്രമാണ്. ഇതാണ് നമ്മുടെ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞ സംവിധാനങ്ങൾ. നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് ജയിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. അവരതിന്റെ പേരിലൊന്നും രാജിവെക്കുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അവര് രാജിവെക്കാനല്ലേ ഒന്നും ചെയ്യുന്നത്, അധികാരത്തിൽ ഏറാനാണ്. അപ്പൊ പിന്നെ രാജിവെക്കുമോ? അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ ഒരു മിടുക്കായിട്ട് കരുതുന്നവരാണ് നമ്മുടെ BJPക്കാര്. കഴിഞ്ഞ ദിവസം B. ഗോപാലകൃഷ്ണന്റെ ഒരു ബൈറ്റ് രാഹുൽ ഗാന്ധി കേൾപ്പിച്ചത്, ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന്, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമെന്ന്, ഞങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ, വലിയ നേതാവാ. അതാണ് പറഞ്ഞത്. ഒരു ആര് കളിച്ചാലും അതൊരു നല്ല തണലാണല്ലോ എന്ന് കരുതുന്നവർക്ക് അവരോട് എന്ത് പറയാനാ? മിസ്റ്റർ പോത്തിനോട് നമ്മൾ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത്. ഈ BJPക്കും BJPയുടെ സർക്കാരിനും അവർക്ക് വേണ്ടി കൂലിപ്പണിയെടുത്ത ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാൻ ഒരു ബാധ്യതയുള്ളതാ, ഒരു ഉത്തരവാദിത്തം ഉള്ളതാ. പക്ഷെ അതവര് നിർവഹിച്ചു കണ്ടില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇലക്ഷൻ കമ്മീഷന്റെയോ സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം വന്നിട്ടില്ല. അവര് ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നുള്ളത് കൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഈ ബ്രസീലിയൻ മോഡലിന്റെ പേരൊന്ന് തെറ്റിപ്പോയി, പകരം ആ ഫോട്ടോഗ്രാഫറുടെ പേരാ പറഞ്ഞത്. അതിങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന മട്ടില്. ഇന്നലെ പറഞ്ഞല്ലോ, മന്ത്രിമാരും രംഗത്ത് വരാഞ്ഞിട്ട് നമ്മുടെ കിരൺ റിജിജുവിനെയാണ് വിശദീകരണവുമായിട്ട് BJP രംഗത്തിറക്കിയത്. അദ്ദേഹം എന്താ പറഞ്ഞത്? തോക്കുമ്പം കരഞ്ഞിട്ട് കാര്യമില്ല, രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് വരുമ്പോഴാണ് ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ പറയുന്നത്.
ചില വിദേശ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട്, അവരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നൊക്കെയാ പറഞ്ഞത്. എന്റെ പൊന്നു കിരൺ റിജ്ജു, ഒരു കാര്യം ഓർക്ക്, അങ്ങ് ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാ പറയുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി പറഞ്ഞത് വിദേശത്തെ കാര്യമൊന്നുമല്ല, ഹരിയാന തെരഞ്ഞെടുപ്പിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ്. വോട്ടർ പട്ടികയിലെ അക്ഷന്തവ്യമായ ക്രമക്കേടുകളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചുമാണ്. അതിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ കണ്ട ബ്രസീലിയൻ മോഡൽ ഉണ്ടല്ലോ, അവരുടെ പേര് ലാരിസ എന്നാണ്. മത്തയസ് ഫെറാറോ എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത് ആ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫറുടെ പേരാണ്. അവരുടെ ഒരു സന്ദേശം ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അവരിതിനെപ്പറ്റി പറയുന്നത് ഇതൊക്കെ എന്ത് ഭ്രാന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. ലാരിസ, ഇതൊരു സാധാരണ ഭ്രാന്തല്ല, അധികാരം പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ചികിത്സയില്ലാത്ത ഭ്രാന്ത. ഞങ്ങളുടെ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ഏത് ഭ്രാന്തൻ നടപടികളും സ്വീകരിക്കും.